മുതൽ മേ എന്നുള്ള അത്ഭുതകരമായ കൂട്ടായ്മകളിൽ കിട്ടും. നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ദിവസം എനിക്ക് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പേര് അശോക്. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ആഷ്ബിൾ സീസണിന്റെ നമുക്ക് 224 പേജാണ് അല്ലേ? അതെ സാർ, അതെ 224. ഓക്കെ, താങ്ക് യു. 224 പേജ് പറഞ്ഞത് ലീഡർഷിപ്പ് ഇൻ AA 12 കോൺസെപ്റ്റ്സ്, പേജ് 38-39. 12 കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 12 പടികളും 12 പാരമ്പര്യങ്ങളും പോലെ തന്നെ 12 ആശയങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. ആ 12 സങ്കല്പങ്ങള് ലേഖനങ്ങള്, 12 കോൺസെപ്റ്റ്സിന്റെ ലേഖനങ്ങള് നമുക്ക് ലഭ്യമായിട്ടുള്ളത് AA സർവീസ് മാനുവൽ, സർവീസ് മാനുവൽ US ആൻഡ് കാനഡയിലും, ജനറൽ സർവീസ് മാനുവൽ ഇൻ AA ഇന്ത്യയിലും. ഇതിന്റെ 2ാം ഭാഗമായിട്ടാണ്. ആദ്യത്തെ ഭാഗം സർവീസ് മാനുവലും, അതായത് 12 പടികളും 12 പാരമ്പര്യങ്ങളും പോലെ ഇതിൽ സർവീസ് മാനുവലും അതിന്റെ പകുതി, പിന്നെ പകുതി അടുത്ത പകുതി 12 സങ്കല്പങ്ങളുണ്ട്. അതിനെ കുറിച്ചുള്ള ലേഖനങ്ങളാണ്. അപ്പൊ അതില് 9ാമത്തെ കോൺസെപ്റ്റിന്റെ ലേഖനത്തിന്റെ ഒരു അറ്റാച്ച്മെന്റ് ആയിട്ടാണ് ഈ പേജ് നമ്പർ 38-39 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇത് അതിന് മുമ്പ് ഏപ്രിൽ 1959 ഗ്രേപ്പ് വൈനിൽ വന്നതാണ്. ഗ്രേപ്പ് വൈൻ കൂടുള്ളവർക്ക്, കയ്യിലുള്ളവർക്ക് 287 പേജ് നമ്പർ, സെഗ്മെന്റ് 2 ലുക്കിംഗ് ടുവേർഡ് ദ ഫ്യൂച്ചർ എന്നുള്ള ആ സെഗ്മെന്റിലെ പല സെഗ്മെന്റ് ആയിട്ടാണ്, മെയിനായിട്ട് 3 സെഗ്മെന്റ് ആയിട്ടാണ് ഈ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന ബുക്ക് ഉള്ളത്. അതിൽ സെഗ്മെന്റ് 2 ലുക്കിംഗ് ഫോർവേഡ് ദ ഫ്യൂച്ചർ എന്നുള്ള ആ ഭാഗത്ത്, ആ സെഗ്മെന്റിലെ ലീഡർഷിപ്പിന്റെ എവർ എ വൈറ്റൽ നീഡ്, ഏപ്രിൽ 1959 അതിലാണ് വന്നത്. എന്തായാലും നമുക്ക് ഇതിൽ കുറച്ച് എഡിറ്റഡ് ആവുകൊണ്ട് ഈ ആഷ്ബിൾ സീസണിൽ കൊടുത്ത ഭാഗം തന്നെ വായിക്കാം. ഇതെന്താണ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് 2ലേക്കും പറയാം. നോ സൊസൈറ്റി ക്യാൻ ഫങ്ഷൻ well without able leadership at all its levels, and AA can be no exception. But we AAs sometimes cherish the thought that we can do without much personal leadership at all. We are apt to warp the traditional idea of principles before personalities around to such a point that there would be no personality in leadership whatever. This would imply rather faceless robots trying to please everybody. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില പാരഗ്രാഫുകൾ, 2 പാരഗ്രാഫ്, ചെറിയ പാരഗ്രാഫ് വിട്ടതിന് ശേഷം ഉള്ള വേറൊരു പാരഗ്രാഫിന്റെ ഭാഗമാണ് പിന്നെ ചേർത്തിട്ടുള്ളത്. A leader in AA service is a man or woman who can personally put principles, plans, and policies into such dedicated and effective action that the rest of us naturally want to back him up and help him with his job. When a leader power drives us badly, we rebel. But when he too meekly becomes an order taker and he exercises no judgment of his own, well, he really isn't a leader at all. 2 ഭാഗമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ലേഖനത്തിലുള്ള സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. കാരണം എന്താ വെച്ചാൽ ഇവിടെ AAയിലത്തെ ലീഡർഷിപ്പ്, നേതൃത്വം എന്താണ് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കി തരാം. അപ്പൊ ആദ്യം ഇത് തുടക്കത്തിലുള്ള ഫസ്റ്റ് പാരഗ്രാഫാണ് ആദ്യത്തെ. നോ സൊസൈറ്റി ക്യാൻ ഫങ്ഷൻ വെൽ വിതൗട്ട് ഏബിൾ ലീഡർഷിപ്പ് അറ്റ് ഓൾ ഇറ്റ്സ് ലെവൽസ് ആൻഡ് AA ക്യാൻ ബി നോ എക്സെപ്ഷൻ. ഏതൊരു സമൂഹമായാലും അതിന്റെ എല്ലാ തലങ്ങളിലും എന്താ പറയുക, കഴിവുള്ള വ്യക്തികൾ നേതൃത്വത്തിൽ ഇല്ലാതെ അതിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ എയും ആ കാര്യത്തിൽ എക്സെപ്ഷനൊന്നും ഇല്ല. എയും അതിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. എക്ക് പ്രത്യേക വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് ഇത്. എനിക്കും ഒരു കാലത്ത്, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു
ഒരു 5 വർഷമൊക്കെ അവരുടെ സർവീസല്ല എയിൽ ഈ 5 വർഷമൊക്കെ കഴിയുന്നവരെ ഉണ്ടായിരുന്ന എൻ്റെ കൂടി ഒരു മനോഭാവത്തിൽ പെട്ടതാണ്. അതൊരു 3-3.5 വർഷമായപ്പോൾ കുറേശ്ശെ മാറ്റം വന്നു തുടങ്ങി. പക്ഷെ ഒരു 5 വർഷം വരെ എന്നാലും കുറേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനിത് വായിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ബട്ട് we AAs sometimes cherish the thought that we can do without much personal leadership at all. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ എക്കാര് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പ്രത്യേക മനോഭാവത്തിലായിരിക്കും. ആ മനോഭാവം ഒരു സുഖമുള്ള മനോഭാവമാണ്. ആ മനോഭാവത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിപരമായ നേതൃത്വങ്ങൾ ഇല്ലാതെ തന്നെ നടത്താം എന്നുള്ള ഒരു മനോഭാവത്തിലായിരുന്നു. ഞാൻ ഈ ഒരു മനോഭാവത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് ഈവൻ വളരെ ഓൾഡ് ടൈമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ പലരും ഈ സ്റ്റെപ്സ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് 12 പടികൾ മാത്രം മതി എന്നുള്ള ഒരു മനോഭാവം മുഴുവൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ആം നോട്ട് ടു ജഡ്ജ് അതേഴ്സ്. പക്ഷെ അവരുടെ പല അഭിപ്രായ പ്രകടനങ്ങളും മനസ്സിലാവാറുണ്ട്. അങ്ങനെയുള്ള പലരും ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്. 12 പാരമ്പര്യങ്ങളെ കുറിച്ചും 12 സങ്കല്പങ്ങളെ കുറിച്ചും. എക്കുള്ള 36 തത്വങ്ങളാണ്. ആ 36 തത്വം ഇല്ലെങ്കിൽ എ പൂർണ്ണമല്ല. കാരണം നമുക്ക് 3 ലെഗസി ഉണ്ട്: മോചനം, ഐക്യം, സേവനം. സേവനത്തിൽ കൂടെ മാത്രമല്ലേ നമുക്ക് മോചിതരായി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമല്ല ഈ 12ാം പടി എന്ന് പറയുന്ന അത് തന്നെ, ഈ പടികൾ 12 പടികളിൽ 12ാം പടി എന്ന് പറയുന്ന പടി തന്നെ ഒരു സേവനമുണ്ട്. അവരെ പാരമ്പര്യത്തിൽ 5ാം പാരമ്പര്യം, 11ഉം 12ഉം പാരമ്പര്യങ്ങൾ, നാമധേയത്വത്തോടു കൂടിയുള്ള സേവനം. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് അതിനുള്ള നമ്മുടെ സേവനത്തിന് 3rd ലെഗസിക്കുള്ള 3ാമത്തെ പൈതൃകത്തിനുള്ള മാർഗരേഖയാണ് 12 കോൺസെപ്റ്റ്സ് ഫോർ വേൾഡ് സർവീസ് എന്ന അതിന്റെ പേരുണ്ട്. 12 കോൺസെപ്റ്റ്സ് ഫോർ വേൾഡ് സർവീസ്. അപ്പോ നോക്കാം. അപ്പൊ അങ്ങനെ വിത്തൗട്ട് ലീഡർഷിപ്പിന് കാര്യങ്ങൾ നടന്നോളും എന്നൊരു ചിന്ത ഉള്ളവരാണ് നമ്മളിൽ പലരും. അങ്ങനത്തെ ഒരു നല്ല ഒരു മനോഭാവം വെച്ച് കൊടുക്കുന്നവരാണ്. We are apt to warp the traditional idea of principles before personalities around to such a point that there would be no personality in leadership whatever. അതായത് നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐഡിയ, ഒരു പരമ്പരാഗതമായ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് പല പഴമക്കാരിലും ഇത് നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് ഏകദേശം അതിൽ നമുക്ക് ഉദ്ദേശിക്കാം. അങ്ങനത്തെ ഒരു ഐഡിയയെ നമ്മൾ ഫോം ചെയ്തെടുക്കുകയാണ് മനസ്സിൽ, അല്ലെങ്കിൽ അതിനെ താലോലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണത്? പ്രിൻസിപ്പിൾസ് ബിഫോർ പേഴ്സണാലിറ്റീസ് എന്നുള്ളത്. അതായത് വ്യക്തികളെക്കാൾ തത്വങ്ങൾക്കാണ് മുൻസ്ഥാനം എന്നുള്ള ആ ഒരു കാര്യത്തിനെ അറൗണ്ട് ടു സച്ച് എ പോയിന്റ്, അത് ഏത് അറ്റം വരെ, ഏത് തലം വരെ, ദാറ്റ് there would be no personality in leadership whatever. നേതൃത്വത്തിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അങ്ങനത്തെ ഒരു തലം വരെ വിചാരിച്ചെത്തുന്നതാണ്. ഞാൻ ആക്ച്വലി പറഞ്ഞത്, ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആദ്യ കാലത്ത് ഞാനും ഇതില് ഒരു ഭാഗമായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അതിന് റീസൺ ഉണ്ട്. ഞാൻ എയിൽ വന്നതിന് ശേഷം ഞാൻ ഞാനായിട്ട് എന്താ പറയുക, ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള പഴമക്കാരിൽ പലരും സ്റ്റെപ്സിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഇതേപോലത്തെ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കതിപ്പോ ഞാനും അങ്ങനെ ഒരു അഭിപ്രായം ആദ്യകാലത്ത് രൂപീകരിച്ചെടുത്തിരുന്നു എൻ്റെ മനസ്സിൽ. എന്നിട്ടോ ദിസ് വുഡ് ഇംപ്ലൈ റാദർ ഫേസ്ലെസ് റോബോട്ട്സ് ട്രൈയിങ് ടു പ്ലീസ് എവരിബഡി. അതല്ലേ ഉണ്ടാവുക, മുഖമില്ലാത്ത കുറെ റോബോട്ടുകൾ വർക്ക് ചെയ്യുന്ന പോലെ, എല്ലാവരും പ്രീതിപ്പെടുത്താനായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവുക. അതുവരെയല്ലേ എത്തുക? അതിന് യുക്തിയില്ലല്ലോ, നോ ലോജിക്. നമുക്കൊരു സൊസൈറ്റിക്ക് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലോജിക്ക് വേണം, യുക്തി. എല്ലാ കാര്യങ്ങളും, തീരുമാനങ്ങളും, എല്ലാ നമ്മളുടെ ആശയങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിൻ്റെതായ എന്താ പറയുക പോളിസീസ് രൂപീകരിക്കുമ്പോഴൊക്കെ അതിലൊക്കെ ലോജിക്ക് വേണ്ടേ? ഇതിലൊരു ലോജിക്കും കാണില്ല. ഓക്കെ,
ഇനി പറയുന്നത് വേറൊരു ഭാഗത്താണ്. ഞാൻ പറഞ്ഞ 2 പാരഗ്രാഫിന് ശേഷമുള്ള ഒരു ഭാഗമാണ് പിന്നെ എടുത്തിട്ടുള്ളത്. അത് ഗംഭീര ഭാഗം. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം? എ ലീഡർ ഇൻ എ സർവീസ് ഈസ് എ മാൻ ഓർ വുമൻ. അന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് മാൻ ഓർ വുമൻ എന്നുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഹൂ ക്യാൻ പേഴ്സണലി പുട്ട് പ്രിൻസിപ്പിൾസ്, plans and policies into such dedicated and effective action that the rest of us naturally want to back him up and help him with his job. അപ്പോൾ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ്? അതൊരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു അംഗം, ഒരു അംഗം എന്ന് വെച്ചാൽ മതി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ എന്താ പറയുക ട്രാൻസ്ജെൻഡേഴ്സും എല്ലാവരും അതിൽ പെടുന്ന കാരണം മാൻ ഓർ വുമൺ എന്ന് നമ്മൾ പറയണ്ട. അതൊന്ന് എഴുതിയ കാലത്ത് അങ്ങനെ ഇരുന്നുണ്ട്. അപ്പോൾ ഒരു അംഗം, ഒരു അംഗം, എ ലീഡർ ഇൻ സർവീസ് ഈസ് എ മെമ്പർ. ഞാൻ മോഡിഫൈ ചെയ്യണം. എനിക്ക് അധികാരമൊന്നും ആരും തന്നിട്ടില്ല. പക്ഷെ കാലാനുസൃതമായിട്ട് ഞാൻ അതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോഴുണ്ട്, വായിക്കുമ്പോഴല്ല ഞാൻ മോഡിഫൈ ചെയ്യണത്. അതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഞാൻ അത് എൻ്റെ ലിബർട്ടി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നു. ബിൽഡബ്ല്യുവിനോട് സോറി ചോദിച്ചിട്ട്. So, a leader in AA service is a member who can personally put principles. ആരായിരിക്കും ആ ഒരു അംഗം? ഒരു അംഗം who can personally put, അയാൾക്ക് വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ, അത് തത്വങ്ങളായാലും പ്ലാൻസ് ആയാലും, പുട്ട് പ്രിൻസിപ്പിൾസ്, പ്ലാൻസ് ആൻഡ് പോളിസീസ്, പദ്ധതികളായാലും നമ്മളുടെ പുതിയ പോളിസികൾ നമ്മൾ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായാലും പ്ലാനുകളായാലും തത്വങ്ങളായാലും ഇതിനെ എല്ലാം into such dedicated and effective action, വളരെയധികം അർപ്പണ മനോഭാവത്തോടെയും അർപ്പണത്തോടെയും ഫലപ്രദമായിട്ടും ഉള്ള ഒരു പ്രവർത്തന പദ്ധതിയിലെ ആക്ഷൻ that the rest of us naturally want to back him up and help him with his job. അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള നമ്മളൊക്കെ ആ മനുഷ്യനെ പിന്തുടരാനും അതുപോലെ അയാൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ എല്ലാ തലങ്ങളിലും ചെയ്തു കൊടുക്കാനും നമ്മൾ ആഗ്രഹിക്കും. അങ്ങനത്തെ ഒരാളാണ് ലീഡർ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തണം. നിർത്താനായിട്ടില്ല, 2 വാചകം കൂടിയിട്ട്. When a leader power drives us badly, we rebel. പവർ ഡ്രൈവ് ഒരു മനുഷ്യന്റെ തന്നെ ഏറ്റവും വലിയൊരു ബലഹീനതയാണ്. ഈ അധികാരത്തോടു കൂടിയുള്ള സമീപനം, അല്ലെങ്കിൽ എന്താ പറയാ, അധികാരത്തോടുകൂടിയുള്ള പെരുമാറ്റം, കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു നമ്മളുടെ ഏതൊരു ലീഡറെ അങ്ങനെ പവർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, അധികാരത്തോടു കൂടി അയാളുടെ എന്താ പറയാ, അയാൾ ഇരിക്കുന്ന ആ സർവീസ് പൊസിഷന്റെ ശക്തി കാണിച്ചുകൊണ്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇത് ഏത് ലെവലിലും ബാധകമാണ് കേട്ടോ. ഗ്രൂപ്പ് ലെവലിലാവാം, ഇന്റർ ഗ്രൂപ്പ് ലെവലില്, ഏരിയ കമ്മിറ്റി ലെവലിലൊക്കെ ആയിരിക്കാം, ഡിസ്ട്രിക്ട് കമ്മിറ്റി ലെവലിൽ എല്ലാവരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? when a leader power drives us badly, we rebel. നമ്മൾ ആൽക്കഹോളിക്സാണ് നമ്മളൊക്കെ. നമ്മളതിനെ പ്രതിരോധിക്കും, നമ്മളതിന് എതിരായിട്ട് തന്നെ നമ്മൾ നിൽക്കും. But when he too meekly becomes an order taker, ഇനി അതല്ല, അയാളൊരു വെറും എന്താ പറയാ, അയാളുടെ മുകളിലുള്ള വേറെ ആരെങ്കിലും ആൾക്കാരുടെ ചിലപ്പോൾ അയാളുടെ സ്പോൺസേഴ്സ് ആവാം, അല്ലെ വേറെ ചില പഴമക്കാരാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ചില കമ്മിറ്റിയിലുള്ള വല്ലവരും ആവാം. അവരുടെയൊക്കെ വെറും അവരുടെ ഓർഡർ ടേക്കർ ആവുകയാണ്, ആജ്ഞാനുവർത്തിയാവുകയാണെന്നുണ്ടെങ്കിലോ. ആൻഡ് ഹി എക്സസൈസസ് നോ ജഡ്ജ്മെന്റ് ഓഫ് ഹിസ് ഓൺ. അങ്ങനെ ആജ്ഞാനുവർത്തിയായിട്ട് സ്വന്തമായിട്ട് യാതൊരു തീരുമാനങ്ങളും ഇല്ലെങ്കിൽ യാതൊരു കാര്യത്തിലും ഒരു നിലപാടൊന്നും എടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ, വെൽ, he really is not a leader at all. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ലീഡറേ അല്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ ഈ ലേഖനം അതിഗംഭീര ലേഖനം.
നമ്മൾ സർവീസിൽ വരുമ്പോൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ലേഖനം. ഇതിലെ കുറെ ക്വാളിറ്റീസ് പറയുന്നുണ്ട്, കുറെ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്, കുറെ ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഒരു നേതൃത്വത്തില് ഉള്ള ഒരു സേവകൻ അനുവർത്തിക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ, അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ഉള്ള ഒരാള് ലീഡർഷിപ്പിൽ വരാൻ പാടില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയുള്ള ആളായിരിക്കണം സർവീസിൽ, ഈ രണ്ട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഇലക്ഷൻ സമയത്ത് നമ്മളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കാൻ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഗ്രൂപ്പ് സെക്രട്ടറി ചിലപ്പോൾ സാധിച്ചോളുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു ഇന്റർ ഗ്രൂപ്പിന്റെ സേവകനോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി TCMോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റിയിലത്തെയോ ഏരിയ ഡെലിഗേറ്റോ റീജിയണൽ ട്രസ്റ്റീസോ ഇവരാരായി കഴിഞ്ഞു, ഈവൻ ട്രസ്റ്റി ബോർഡിൽ നിന്ന് അവരവരുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുമ്പോൾ, ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുമ്പോൾ ഒക്കെ ഇതായിരിക്കണം. ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമാണെങ്കിൽ, ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ മാത്രം അതിലേക്ക് പോവാം, അല്ലെങ്കിൽ അതിലേക്ക് പോകണില്ല. ആർക്കെങ്കിലും അതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് എടുത്ത് വാങ്ങിയിട്ട് വായിക്കണം, ഒരു സർവീസ് മാനുവൽ. ഇപ്പോൾ ഇതിലുള്ള പലരും വിദേശത്തുള്ളവരാവുണ്ട്, അവർക്ക് അവരുടെ അവിടെ നിന്ന് കിട്ടും. സർവീസ് മാനുവൽ ത്രൂ ഔട്ട് വേൾഡ് അവൈലബിൾ ആണ്. സർവീസ് മാനുവൽ US ആൻഡ് കാനഡ, അത് എവറി 2 years പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എവറി ആൾട്ടർനേറ്റ് ഇയർ എന്ന പ്രസിദ്ധീകരണം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള GSO ന്യൂയോർക്കിൽ നിന്ന് കിട്ടും. അവരവരുടെ ഇന്റർ ഗ്രൂപ്പുകളൊക്കെ സമീപിക്കുകയും അതിലുള്ള ഇതാണ് 9th കോൺസെപ്റ്റിനോട് എന്താ പറയുക ചേർത്ത് വെച്ചിട്ടുള്ള ലേഖനമാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഓക്കെ, ഇതിന്റെ ഇത് പറയാം. ഇത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചാലക്കുടിയിലെ ജെയിംസാണ് ചെയ്തു തരുന്നത്. ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലത്തെ പരിപാടിയാണ്. അതായത് നമ്മുടെ ആസ്പെൽസിന്റെ ഫ്രണ്ടിൽ തന്നെ ആദ്യമേ കൊടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങളും, അത് ഏത് പേജിലാണെന്നുള്ളത്. അപ്പോൾ അതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്തെടുക്കണം. ഏത് പേജിൽ നിന്നുള്ളത്, ആ പേജിനെ കുറിച്ച് എവിടേക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ ഞാൻ വളരെ നന്ദിയുണ്ട് ജെയിംസിനോട്. നോക്കാം. പേജ് നമ്പർ 224, ലീഡർഷിപ്പിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പേഴ്സണാലിറ്റീസ് എന്നുള്ള ഇതാണ് ആദ്യത്തെ. അതായത് വ്യക്തികളും തത്വങ്ങളും എന്നുള്ള അതിൽ നമ്മളുടെ കാഴ്ചപ്പാട് എന്താണെന്നും ലീഡർഷിപ്പിനോട് വരുമ്പോൾ അതിനുള്ള സമീപനം എന്തായിരിക്കണം. പിന്നെ സർവീസ്, സേവനം. നെക്സ്റ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് മാത്രമല്ല. സാധാരണ ട്രസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫെയ്ത്ത് വിതൗട്ട് എനി റിസർവേഷൻ എന്നാണ് ട്രസ്റ്റിനെ കുറിച്ച്. ബിലീവ്, ഫെയ്ത്ത്, ട്രസ്റ്റ്, ഇതൊക്കെ പലതും വിശ്വാസം എന്നൊരു ജനറൽ ആയിട്ടൊരു അർത്ഥം ഉണ്ടെങ്കിൽ കൂടി ഇതിലൊക്കെ ഒരു ഷാഡോ ഓഫ് മീനിങ്ങിന്റെ ഡിഫറൻസ് ഉണ്ട്. ചെറിയ ഒരു അർത്ഥവ്യത്യാസം, ചെറുതായിട്ട് ഒരു നിഴൽ പോലെ കാണാൻ പറ്റുന്നു വ്യത്യാസങ്ങൾ. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ്, അയാൾ ഉത്തരവാദിത്തത്തോട് കാര്യങ്ങൾ നടത്തും എന്നുള്ള അങ്ങനത്തെ ഒരാളായിരിക്കും നമ്മുടെ ലീഡർഷിപ്പിൽ പോകുന്നത്. അപ്പോൾ അയാൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അയാൾ വേണ്ടത്ര മോചിതനായിരിക്കണം, 12 പടികളിൽ കൂടെ ജീവിക്കുന്ന ആളായിരിക്കണം, 12 പാരമ്പര്യങ്ങളുടെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളായിരിക്കണം, 12 ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഇതെല്ലാം തികഞ്ഞ ഒരാളായിരിക്കാൻ മാക്സിമം കഴിയുന്നത്. നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ നോക്കണം അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടാണ്. അതാണ് എനിക്കൊരു കുറച്ച് കട്ടച്ചായ കിട്ടിയിട്ട് ഞാൻ 2 സിപ്പ് എടുത്തോട്ടെ കേട്ടോ. അപ്പൊ അതിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുക, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ കുടിക്കപ്പോൾ നേതൃത്വം
സുപ്രധാന ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യമില്ലേ ചേട്ടൻ പറഞ്ഞേ മറ്റേ അതെ ഉം, അതെ നമുക്കത് മലയാളത്തിൽ പണ്ട് മുതലേ അവൈലബിൾ ആണ് കേട്ടോ അല്ലേ? ആണ് ആണ് ആരൊക്കെ എഴുതിയെന്ന് അറിയില്ല. ഒരു PDF എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ട് അത്. ഉണ്ട്. എറണാകുളത്തുള്ള കണ്ണനാണ് അത് തർജ്ജമ ചെയ്തതെന്ന് എന്റെ ഓർമ്മ. ആരോ ആയിക്കോട്ടെ, എന്തായാലും അത് അന്ന് മുതലേ ഉണ്ട്, വളരെ കാലമായിട്ട്. അല്ലാതെ എല്ലാരും ഈ പ്രത്യേകിച്ച് സർവീസിലുള്ളവർ വായിച്ചിരിക്കേണ്ട ഒരു സാധനം അല്ലേ? സർവീസിലുള്ളവർ മാത്രമല്ല, ആരാണ് സർവീസ് ചെയ്യാത്തവർ? നമുക്ക് എല്ലാവരും നമ്മൾ സെർവ് ചെയ്യേണ്ടത് വി സെർവ് ടു ലിവ് എന്നാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി സേവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇമ്പോർട്ടന്റ്. ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം സാർ പറഞ്ഞില്ലേ, അത് ഏത് ബുക്കിനകത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, സർവീസ് മാനുവൽ. നിങ്ങൾ എവിടെ, ഏത് രാജ്യത്തുള്ള ആളാ പറയൂ? അയ്യോ, ഞാൻ ഇവിടെ ഇല്ല, ഏഹ് ഞാൻ ഇവിടെ ഇല്ല, എറണാകുളം. എറണാകുളം. എന്നാൽ GSM ജനറൽ സർവീസ് മാനുവൽ ഇന്ത്യയിലെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ജനറൽ സർവീസ് മാനുവൽ കിട്ടും. അതൊന്ന് വാങ്ങും. അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ രണ്ടാം ഭാഗം, പകുതിക്ക് ശേഷമുള്ള ഭാഗത്താണ് ഈ 12 കോൺസെപ്റ്റ്സ് വരുന്നത്. ആ 12 കോൺസെപ്റ്റ്സ് ഫോർ വേൾഡ് സർവീസ് എന്നുള്ളതിൽ 9ാമത്തെ കോൺസെപ്റ്റിന്റെ കോൺസെപ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അനുബന്ധമായിട്ട് ചേർത്തിരിക്കുന്നത് 9ാമത്തെ കോൺസെപ്റ്റും 10ാമത്തെ കോൺസെപ്റ്റിന്റെയും ലേഖനങ്ങൾക്ക് ഇടയ്ക്കുള്ള ലീഡർഷിപ്പ് ഇൻ എവർ എ വൈറ്റൽ നീഡ് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. ഓക്കെ, താങ്ക് യു സാർ. ജനറൽ സർവീസ് മാനുവൽ വാങ്ങും. ഓക്കെ, താങ്ക് യു. പിന്നെ ആരാണ്, എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം കൂടി ഒന്നുകൂടി നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ പലപ്പോഴും ആളുകൾ പഴമക്കാരാണേലും പറയും 12 പടികള് അല്ലെങ്കിൽ ബിഗ് ബുക്ക്, അതിനെ പറ്റിയൊക്കെ ശ്രദ്ധിക്കുമ്പോഴും നമ്മൾ ഈ കൺസെപ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ 12 ആശയങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ 12 പാരമ്പര്യങ്ങളെ കുറിച്ചോ കൂടുതൽ ഇച്ചിരിയും കൂടി മുൻതൂക്കം പടികൾക്കാണ് പലപ്പോഴും കൊടുക്കുന്നത്. ഇപ്പൊ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ 36 തത്വങ്ങള് പലപ്പോഴും ഊന്നി പറയാറില്ല എന്ന് തോന്നാറുണ്ട്, അല്ലേ ഏട്ടാ? ഒന്നും പറയാറില്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ അവര് ബാക്കിയുള്ളത് വായിക്കാഞ്ഞിട്ടും ബാക്കിയുള്ള ലിറ്ററേച്ചറുകളായിട്ട് അവർക്ക് ബന്ധം ഉണ്ടാവില്ല. കാരണം നമ്മളുടെ സർവീസ് മാനുവലിന്റെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അതില് സ്ട്രക്ചറൽ സർവീസിന്റെ നീഡും ഒക്കെ അതിന് പറയുന്ന ആ ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് തോന്നുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് വെല്ലുവിളി. അതൊന്നും അവർ വായിച്ചിട്ടുണ്ടാവില്ല. ഈസ് നോട്ട് ഓൺലി എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൽക്കഹോളിക്സ് ഇൻ ആക്ഷൻ ആണ് എനിക്ക് മുഴുവൻ വാചകം ഓർമ്മയില്ല, കാണാപ്പാടായിട്ട്. അതിന്റെ ആശയം ഇതാണ്, ആൽക്കഹോളിക്സ് ഇൻ ആക്ഷൻ ആണ് അല്ലാണ്ട് വെറും ഒരു ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് തന്നെ പരിചയമുള്ള, എനിക്ക് വളരെ ബഹുമാനമുള്ള എന്താ പറയാ, ചില പഴമക്കാരുണ്ട്, അവർ പറയാറുണ്ട് ഈസ് ഓൺലി എ ബുക്ക്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈസ് ഓൺലി എ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിലാണ് എല്ലാം തുടക്കം. എയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യവും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നമ്മുടെ ബിഗ് ബുക്ക് എന്ന് പറയുന്ന ബുക്കിലാണ്. പക്ഷെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ധാരാളം ലിറ്ററേച്ചറുകളുടെ, കാരണം ഈ 3 ലെഗസി ഒക്കെ പിന്നീട് വന്ന 1935 തുടങ്ങിയെങ്കിൽ 1955 3 ലെഗസി പ്രഖ്യാപിച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പൊ അത് അപ്പൊ ഏലേക്ക് ആ പുരോഗതി വരുമ്പോ ജീവിതത്തിൽ നമ്മൾക്ക് വളർച്ച വരുന്ന പോലെ എയും വളരുന്നു. അവിടെയാണല്ലോ 1955 51 ഫസ്റ്റ് ജനറൽ സർവീസ് കോൺഫറൻസ് നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് 55 ആ കൈമാറ്റം നടത്തുന്നത്, കെയിം ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ട്. കംസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തില്, എയുടെ ഹിസ്റ്ററി ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അതില് ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷൻ പോലത്തുള്ള ആദ്യത്തെ ആ ലേഖനം അതിഗംഭീരമാണ്. വെല്ലുവിളിയിട്ട് ലേഖനമല്ല, അദ്ദേഹത്തിന് ടോക്കണം കെയിം ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ട് സാൻ ലൂയില് കൊടുത്തിട്ടുള്ള, സാൻ ലൂയിൽ അദ്ദേഹം ഡെലിവർ ചെയ്തിട്ടുള്ള ആ സ്പീച്ച്. ഇവിടെ ഇതാണ് കണ്ടമാനം എന്താ പറയുക, ആൾക്കാർ പലരും ഇതൊന്നും വായിക്കാതെ. ഞാനിത് കൊണ്ടാണ്
എനിക്ക് പരിചയമുള്ള പലരോടും എനിക്ക് തോന്നുന്നു ഞാനൊരു 30 പേരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എനിക്കാരും, നിങ്ങൾ ഈ രാത്രിത്തെ ഈ ആസ്പിൽ സീസണിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഞാൻ അവിടെ ഒരു കാര്യം കൊണ്ട് എടുത്തു പറയാറുണ്ട്, ഞാനാണ് സ്പീക്കർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സ്പീക്കർ ഞാനാവുമ്പോൾ എൻ്റെ കേൾവിക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനീ പറയണത്. കാരണം ആസ്പിൽ സീസണിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വിവിധ ഭാഗങ്ങളിലൂടെ പോകും, വിവിധ ലിറ്ററേച്ചറുകളായിട്ടുള്ള പരിചയപ്പെടും. ബിൽഡബ്ല്യുവിന്റെ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ അതല്ലേ പറഞ്ഞിട്ടുള്ളത്. പ്ലസ് 3 ലെഗസിയെ കുറിച്ചും 3 പൈതൃകങ്ങളെ കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗ്രേപ്പ് വൈനിൽ വന്ന ആ എന്താ പറയുക പ്രധാനപ്പെട്ട പല ആർട്ടിക്കിളിലും വന്നിട്ടുള്ള അവിടുന്നൊക്കെ എടുത്തിട്ടുള്ള ഉദ്ധരണികൾ ഒക്കെ അതിഗംഭീരാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ചില ഷെയറിങ്ങുകൾ, പിന്നെ അതേപോലെ അദ്ദേഹം അയച്ചിട്ടുള്ള ചില മറുപടി കത്തുകളിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ, ഇതൊക്കെ വളരെ നമുക്ക് വേ ഓഫ് ലൈഫിൽ കൂടെ പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞ് ക്ഷീണിച്ചു പലരോടും. പക്ഷെ എന്താ ചെയ്യുക, വരുന്നില്ല, എന്താ അറിയില്ല. ചിലപ്പോൾ ആൾക്കാർ ഇതാവും തെറ്റിദ്ധരിക്കണം, ഞാനീ പറഞ്ഞത് എന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ടേക്കും. കാരണം അശോകനാണല്ലോ സംസാരിക്കുന്നത്, അപ്പൊ അയാൾക്ക് കുറച്ച് കേൾവിക്കാരൻ വേണം, എന്നാലേ അയാൾക്ക് സുഖം ഉണ്ടാവുള്ളൂ എന്നായിരിക്കും. എന്നെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പിൽ പറയുമ്പോൾ അവിടെ 2 ആളുണ്ടായാലും മതി. എന്താ പറയാ, എന്താ അന്നത്തെ കർമ്മം എന്താ പറയാ ഇഫക്റ്റീവായി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫലപ്രദമായി. കാരണം നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ്, നമ്മൾ ഈ പുറം ലോകത്ത് ജീവിക്കുന്നവർക്ക് തീർച്ചയായും പുതിയ ഒരു അനുഭവമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ ഇനി ജീവിതത്തിൽ മുഴുവൻ മുന്നോട്ട് പോകേണ്ടവരാണ്. 12ാം പടിയിലെ ലാസ്റ്റ് 12ാം പടി ലേഖനത്തില് 12 പടി ലേഖനത്തിന്റെ അവസാനം പറയുന്നതാണ് നല്ല ജീവിതത്തിന്റെ ആനന്ദം ആസ്വദിക്കലാണ് എ. അപ്പൊ ആ നല്ല ജീവിതത്തിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ എയിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം, അതെല്ലാം ചെയ്യണം. ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണം അത് പഠിപ്പിച്ചു തരാണിത്. അതേപോലെ 12 പാരമ്പര്യങ്ങൾ നമ്മൾ എങ്ങനെ നിലനിൽക്കണം ഒരു ഗ്രൂപ്പായിട്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, വൈ ഇറ്റ് ഈസ് സോ. ഈവൻ വളരെ എന്താ പറയാ ലോങ് ടൈമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും താല്പര്യം. എന്തായാലും അതല്ല ഇവിടുത്തെ വിഷയം. ഇത് കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 225. എനിക്ക് പോവാമല്ലോ, ആർക്കും വേറെ ഒന്നുമില്ലല്ലോ. ഇതിനകത്ത് ഡൗട്ടൊന്നും പറയാൻ വഴിയില്ല. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യവും വോവൺ എക്സ്ട്രീംലി ഇൻ വെരി തിക്ക് എന്താ പറയാ, അത് അത്രയും ഗംഭീരമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആലങ്കാരിക ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന്റെ ഊടും പാവും ഒക്കെ വന്നിട്ടുള്ളത് യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങളിലും സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീം സ്പിരിച്വൽ പ്രിൻസിപ്പിൾസിലും നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ എയോടുള്ള ബഹുമാനവും നന്ദിയും എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതെനിക്ക് പറയാനുണ്ട്. ഓക്കെ, അടുത്തത് ദ ആൻസർ ഇൻ ദ മിറർ. നമ്മളുടെ ഉത്തരം, കണ്ണാടിയിലുള്ള ഉത്തരം. ഓക്കെ, ഇത് 2 ഭാഗമാണ്. ആദ്യത്തെ ഭാഗം 12 എന്നാണ്. അത് നമുക്ക് പിന്നെ മലയാളം ഉണ്ടല്ലോ, മലയാളം തന്നെ വായിക്കാം. പേജ് നമ്പർ 37. ഓക്കെ, 37 ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ കുറച്ച് ലൈൻസാണ്. ബുക്കുള്ളവർ നോക്കിക്കോളൂ. നമ്മുടെ ബുദ്ധിശക്തിക്ക് ഇച്ഛാശക്തിയുടെ സഹായത്തോടു കൂടി, 3ാം പടിയിലത്തെ ഭാഗങ്ങളാണിത്. നമ്മുടെ ബുദ്ധിശക്തിക്ക് ഇച്ഛാശക്തിയുടെ സഹായത്തോടുകൂടി നമ്മുടെ ആന്തര ജീവിതങ്ങളെ ശരിയായി നിയന്ത്രിക്കാൻ കഴിയുമെന്നും നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് വിജയം സുനിശ്ചിതമാക്കാൻ കഴിയുമെന്നും നമുക്ക് ഉറപ്പുണ്ട്. ഓരോരുത്തരും ദൈവം കളിക്കുന്ന ഈ ധീരമായ തത്വശാസ്ത്രം കേൾക്കുമ്പോൾ നല്ലതായി തോന്നും. ഓരോരുത്തർക്കും ആണ്. പക്ഷേ ഇതിന് നിർണായകമായ പരീക്ഷ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇത് എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കും? ഏതൊരു മദ്യപാനിക്കും കണ്ണാടിയിലേക്കുള്ള ആത്മാർത്ഥമായ ഒരു നോട്ടം ആവശ്യത്തിന് ഉത്തരങ്ങൾ തരും.
ഇതാണ് അതിന്റെ ആദ്യ ഭാഗം. നോക്കൂ, എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത്? അതിന്റെ ഹെഡിങ് എന്താ? ദ ആൻസർ ഇൻ ദ മിറർ. നമ്മുടെ ബുദ്ധിശക്തിക്ക് ഇച്ഛാശക്തിയുടെ സഹായത്തോടു കൂടി നമ്മുടെ ആന്തരിക ജീവിതങ്ങളെ ശരിയായി നിയന്ത്രിക്കാൻ കഴിയുമെന്നും നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് വിജയം സുനിശ്ചിതമാക്കാൻ കഴിയുമെന്നും നമുക്ക് ഉറപ്പുണ്ട്. സുനിശ്ചിതം എന്ന് എഴുതിയില്ല, സുനിശ്ചിതമാണ്. എന്താ ഇതിന്റെ അർത്ഥമുള്ള സത്യം? ഇത് പെട്ടെന്ന് വായിച്ചു ഈ എന്താ പറയാ, 12 and 12th ലാംഗ്വേജ് കുറച്ച് ടഫാണ്. ഇംഗ്ലീഷിൽ കുറേ കൂടി ഈസിയാണ്, ശരിക്കും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ വളരെ ടഫ് ലാംഗ്വേജാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നോക്കാം, നമ്മുടെ ബുദ്ധിശക്തി ഒന്ന് ആലോചിക്കാം. നമ്മുടെ ഇച്ഛാശക്തി. എന്താ ബുദ്ധിശക്തി? എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്റലക്ട് ബുദ്ധിശക്തി. ഇച്ഛാശക്തി എന്താണ്? നമ്മുടെ വിൽ അല്ലേ, വിൽ പവർ, ഇല്ലെങ്കിൽ വിൽ എന്നാണ് അതിന് പറയുക, നമ്മുടെ ഇച്ഛാശക്തി. അപ്പൊ ബുദ്ധിശക്തി മാത്രം ഉണ്ടായാൽ പോരാ, ഇച്ഛാശക്തി കൂടി വേണം. ആ ഇച്ഛാശക്തിയുടെ സഹായത്തോടു കൂടി നമ്മുടെ ബുദ്ധിശക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആന്തര ജീവിതങ്ങളെ ശരിയായി നിയന്ത്രിക്കാൻ കഴിയും. എന്താണ് ആന്തര ജീവിതം? നമുക്ക് 2 ജീവിതമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിക്കുന്നു ഇങ്ങനെ ഈ ശരീരം കൊണ്ടുള്ള ജീവിതമുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് വേറൊരു ജീവിതമുണ്ട് നമുക്ക്, ഇല്ലേ? മനസ്സിന്റെ അത്രയും ദൂരം പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഷിബുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഷിബുവിന്റെ രൂപം എന്റെ മനസ്സിൽ കാണാൻ പറ്റും. ഷിബു അവിടെ ആൽബർട്ടയിൽ തണുത്ത് വിറച്ച് എന്താ പറയാ, ഈ പീക്ക് വിന്ററിൽ അവിടെ ഇരിക്കുന്ന എനിക്ക് ഇവിടെ നിന്ന് മനസ്സിൽ കാണാൻ പറ്റും, ഇല്ലേ? അതാണ് എന്റെ ചിന്തകൾ, എന്റെ ഭാവനകൾ. ആ ഭാവനകളെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആന്തരികമായ ജീവിതം. അത് മാത്രമല്ല, നമ്മളുടെ ഉറപ്പുകള്, നമ്മളുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ മാറ്റിയിട്ട് നേരാവണ്ണം ചിന്തിക്കല്, നമ്മളുടെ വൈകല്യങ്ങളെ മാറ്റല്, ചിന്തകൾ നേർവഴിക്കാക്കുക, ഇതൊക്കെ നമ്മുടെ ആന്തരിക ജീവിതത്തിൽപ്പെട്ട. സ്വപ്നം കാണുമ്പോൾ പോലും നമ്മൾ എന്താ പറയാ, നല്ല സ്വപ്നങ്ങൾ കാണുന്ന രീതിയിലേക്ക് എത്തണം. എനിക്കിപ്പോ പ്രശ്നം വരാൻ പോവാണ്, അടുത്ത ഞാൻ പറയാത്തത്. ഞാൻ കുറച്ചു കാലമായിട്ട് വെസ്റ്റേൺ മൂവീസാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോ കുറച്ചു കാലം കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ, എനിക്ക് പണ്ട് പോലെ കുട്ടിക്കാലല്ല, ഒരു കോളേജ് പഠിക്കുന്ന പ്രായം മുതൽ ഒക്കെ ഈ കൗബോയ് ഫിലിംസ് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഇപ്പൊ ഒക്കെ ആൻഡ്രോയിഡിൽ കിട്ടണോണ്ട്, ടിവിയിൽ കിട്ടണോണ്ട് തുടർച്ചയായിട്ട് കണ്ടോണ്ടിരിക്കുക. അത് വലിയ പ്രശ്നമാകുന്ന ഭാവിയിൽ പ്രശ്നമാകും. കാരണം എന്റെ ചിന്തകളൊക്കെ ഞാൻ സ്വാധീനിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ ചിലപ്പോ ഇവിടെ വല്ല അൽഷിമേഴ്സൊക്കെ വന്ന് ഓർമ്മ നശിച്ചു കഴിഞ്ഞാൽ, വല്ല കുതിരപ്പുറത്തൊക്കെ കയറി വല്ല തോക്കൊക്കെ എടുത്ത് ആരെങ്കിലും വെടിവെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. അറിയില്ല, എന്തെങ്കിലുമൊക്കെ നിർത്തണം അടുത്ത്. ഓക്കെ, നിർത്തണം എന്ന് പറഞ്ഞാൽ ഉടനെ നടത്തണം, നാളേക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നു മുതൽ അത് കാണുന്നില്ല തീരുമാനം. ഈ യൂട്യൂബിന്റെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരെണ്ണം കാണാൻ തുടങ്ങിയ, യൂട്യൂബ് ആയാലും പ്രൈം ആയാലും ഏതായാലും, ഒരെണ്ണം കാണാൻ തുടങ്ങി, നെറ്റ്ഫ്ലിക്സോ ഏതായാലും, ഒരെണ്ണം കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പാണ് കൊണ്ട് അടുത്ത നമ്മൾക്ക് അതേപോലെ അതിനേക്കാളും മെച്ചപ്പെട്ട പടം കൊണ്ട് മുമ്പിൽ വെക്കും. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ ഇതാണ് പറഞ്ഞത്, നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പറഞ്ഞ ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞു. അപ്പൊ നമ്മുടെ ബുദ്ധിശക്തിക്ക് ഇച്ഛാശക്തിയുടെ സഹായത്തോടുകൂടി നമ്മുടെ ആന്തര ജീവിതങ്ങളെ ശരിയായി നിയന്ത്രിക്കാൻ കഴിയുമെന്നും, അപ്പൊ ഇച്ഛാശക്തിയും വേണം, ബുദ്ധിശക്തി വേണം. ബുദ്ധിയിലെ മനസ്സിലായ മാത്രം പോരാ, ആ വില്ല് വേണം. ആ വില്ല് കൊണ്ട് നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും, താൻ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് വിജയം സുനിശ്ചിതമാക്കാൻ കഴിയുമെന്നും നമുക്ക് ഉറപ്പുണ്ട്, ഇല്ലേ? നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയം സുനിശ്ചിതം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ആക്ച്വലി നമ്മൾ വേണ്ടത്ര പ്രവർത്തിക്കണം, റിസൾട്ട് പിന്നെ ദൈവത്തിനാണ് വിട്ടുകൊടുക്കുന്നത്. അത് എത്തിയിട്ടില്ല, അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഉറപ്പുണ്ട്, അല്ലേ? നമ്മുടെ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും കൂടി ഒരുമിച്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വിജയം സുനിശ്ചിതമാണ്. ഈ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത എന്താണ്? ഓരോരുത്തരും ദൈവം കളിക്കുന്ന ഈ ധീരമായ തത്വശാസ്ത്രം കേൾക്കുമ്പോൾ നല്ലതായി തോന്നും. അപ്പൊ ഇതെന്താണ്? ഞാൻ തന്നെയാണ് നിശ്ചയിക്കണേ, എന്റെ വിജയം സുനിശ്ചിതമാണ്, ഉറപ്പാണെന്നുള്ള ഇത് ആ 3-ാം പടിയുടെ ആശയത്തിൽ എത്ര തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇതെനിക്ക് വളരെ ചിന്തിക്കാൻ വളരെ തമാശയായിട്ട് തോന്നാറുണ്ട്. നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നാണ്. ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെ പാഠം 3-ാം ക്ലാസ്സിലാണ്, 4-ാം ക്ലാസ്സിൽ അത് ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും
ഇതൊക്കെ വെറും റബ്ബിഷാണെന്ന് നമുക്ക് ഇപ്പം അറിയാം. കാരണം നമ്മൾ ജീവിത രീതിയിലാവുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കാൻ സുഖമുണ്ട്. അതാണ് ഇവർ പറഞ്ഞത്. ഞാനിത് പറയുമ്പോൾ ഞാൻ ആളുടെ പേര് പറയില്ല, മോശമാണ്. ആളുടെ പേര് പറഞ്ഞ ഇവിടെ അറിഞ്ഞു, മിക്കവാറും പലർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പഴയ കൗൺസിലറാണ്. കൗൺസിലർ എന്ന് പറഞ്ഞാൽ എയുടെ ഇതിലൊക്കെ ചികിത്സയ്ക്കൊക്കെ വരുന്ന പഴയ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു വ്യക്തി. ഒരു പ്രാവശ്യം ഞങ്ങളുടെ എ മീറ്റിങ്ങിന് വന്നിട്ട്, അപ്പോൾ അവരുടെ ചികിത്സാലയത്തിലത്തെ ഒരു സിസ്റ്ററാണ് അവർ. കുറച്ച് രോഗികളെ കൊണ്ടാണ് വന്ന, ഒരു 8 പേരോ 10 പേരോ കണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എ മീറ്റിങ്ങിൽ വന്നു. എ മീറ്റിങ്ങിൽ വന്നിട്ട് അവരോടും ആശംസയ്ക്ക് വിളിച്ചു. ആശംസ പറയാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ വിൽ പവർ ഉണ്ടെങ്കിൽ നിർത്താം ആൾക്ക് മദ്യപാനം എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഇവരൊക്കെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷെ അപ്പൊ ഇതിലെന്താ പറഞ്ഞ, ഓരോരുത്തരും ദൈവം കളിക്കുന്ന ഈ ധീരമായ തത്വശാസ്ത്രം കേൾക്കുമ്പോൾ ഈ ധീരമായ തത്വശാസ്ത്രം കേൾക്കുമ്പോൾ നല്ലതായി തോന്നും. അത് കേൾക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തോന്നാം. പക്ഷേ ഇതിന് നിർണായകമായ പരീക്ഷ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിർണായകമായ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കണം. അതെന്താണ്? ഇത് എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കും, അതാണ് പരീക്ഷ. ഏതൊരു മദ്യപാനിക്കും കണ്ണാടിയിലേക്കുള്ള ആത്മാർത്ഥമായ ഒരു നോട്ടം ആവശ്യത്തിന് ഉത്തരമാണ്. അപ്പൊ നമ്മൾ നമ്മളുടെ പഴയ കഥ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കും എന്നത്. ഇല്ലേ? ദൈവം കളിക്കുന്നത് നടക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഉറപ്പായവരാണ് നമ്മളൊക്കെ ഒരുവിധം. 3-ാം പടിയിൽ അത് തന്നെയല്ലേ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന്റെ 2ാം ഭാഗം നോക്കാം. ഗ്രേപ്പ് വൈൻ, ജാനുവരി 1962. അതായത് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടില് ഈ 1962 ബിൽഡബ്ല്യുവിന്റെ ലേഖനങ്ങളൊക്കെ അതിഗംഭീര ലേഖനമാണ്. ദിസ് മാറ്റർ ഓഫ് ഫിയർ, അതാണ് ജാനുവരി 1962. അപ്പോ അത് 267 പേജ് നമ്പറിലാണ് ഈ ഉദ്ധരിച്ച ഭാഗം ഉള്ളത്. പേജ് നമ്പർ 267, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. അതില് 2ാമത്തെ പാരഗ്രാഫ്. ഞാൻ ഇതെന്ന് എഡിറ്റഡ് ആവുകൊണ്ട് ഞാൻ ഇതെന്ന് തന്നെ വായിക്കണം. ആസ്പെൽസിസ് എന്താണ്? മൈ സ്പിരിച്വൽ അവേക്കനിങ് വാസ് ഇലക്ട്രിക്കലി സഡൻ ആൻഡ് അബ്സല്യൂട്ട്ലി കൺവിൻസിങ്. ബിൽഡബ്ല്യുവിന് വന്നിട്ടുള്ള ആത്മീയമായ അനുഭവം ഇലക്ട്രിക്കലി സഡൻ, അതായത് വളരെ നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന്, നിമിഷമല്ല, എന്താ പറയുക, മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡുകളിലായിരുന്നു, പെട്ടെന്ന് ഉണ്ടായതുമാണ്. ആൻഡ് അബ്സല്യൂട്ട്ലി കൺവിൻസിങ്. അദ്ദേഹത്തിന് അത് വളരെയധികം ബോധ്യമായ കാര്യമാണ്. പറയുന്നുണ്ടല്ലോ ബിൽഡബ്ല്യുവിന്റെ ഇതില്, പെട്ടെന്നൊരു വെളിച്ചം കടന്നു വന്നു, നീ ആരാണ്, ദൈവമില്ലെന്ന് പറയാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശബ്ദം, ഒരു അശരീരി പോലെ കേട്ടു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി at once I became a part, if only a tiny part, of a cosmos that was ruled by justice and love in the person of God. ഓക്കെ, പെട്ടെന്ന് ആ സമയത്ത് തന്നെ എന്തുണ്ടായി? at once, ആ ഉടനെ തന്നെ I became a part, ഞാൻ ഒരു ഭാഗമായി. എന്തിന്റെ? ഇഫ് ഓൺലി എ ടൈനി പാർട്ട്, വളരെ ചെറിയൊരു പാർട്ടാണെങ്കിൽ കൂടി, ചെറിയൊരു ഭാഗമാണെങ്കിൽ കൂടി, ഓഫ് എ കോസ്മോസ്, വലിയൊരു പ്രപഞ്ചത്തിന്റെ, ദാറ്റ് വാസ് റൂൾഡ് ബൈ ജസ്റ്റിസ് ആൻഡ് ലവ് ഇൻ ദ പേഴ്സൺ ഓഫ് ഗാഡ്. നീതിയും സ്നേഹം കൊണ്ടും നയിക്കപ്പെടുന്ന ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു, എന്താ പറയുക, ആ ഒരു ലോകത്തിന്റെ ഒരു ഭാഗമായി. വളരെ പെട്ടെന്ന്, വളരെ ചെറിയൊരു ഭാഗമായിട്ടെങ്കിലും അദ്ദേഹത്തിന് അതാണ് അനുഭവപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോ മാറ്റർ what had been the consequences of my own willfulness and ignorance, or those of my fellow travelers on earth, this was still the truth. Okay. No matter what had been the consequences of my own willfulness, ഇതിന്റെ പരിണിതഫലം എന്തോ ആയിക്കോട്ടെ, എൻ്റെ വിൽഫുൾനെസ്, വളരെ ഇച്ഛാശക്തിയോടുകൂടിയും, അല്ലെങ്കിൽ യാന്ത്രികമായിട്ടെന്ന് പറയാൻ പാടില്ല, സ്വന്തം ആ ഇച്ഛയോട് കൂടിയുള്ള പ്രവർത്തനത്തില്, വിൽഫുൾനെസ് ആൻഡ് ഇഗ്നറൻസ്,
അതുപോലെ അറിവില്ലായ്മയും. ഇതുകൊണ്ടുള്ള ആ പ്രവർത്തനങ്ങളിൽ ഓർ ദോസ് ഓഫ് മൈ ഫെല്ലോ ട്രാവലേഴ്സ് ഓൺ എർത്ത്, അല്ലെങ്കിൽ അതുപോലെ അതേ വിൽഫുൾനെസ്സും ഇഗ്നോറൻസും, അറിവില്ലായ്മയും സെൽഫിൽ പ്രകടിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയും, ഇത് രണ്ടും ഉള്ള എൻ്റെ മറ്റ് സഹജീവികളും, ഈ ഭൂമിയിലുള്ള സഹജീവികളും, ഫെല്ലോ ട്രാവലേഴ്സ് ഓഫ് ഓൺ എർത്ത്, ദിസ് വാസ് സ്റ്റിൽ ദ ട്രൂത്ത്. പക്ഷെ ഇതായിരുന്നു സത്യം. Such was the new positive assurance, and this has never left me. ഇതൊരു പോസിറ്റീവ് അഷുറൻസ് ആയിരുന്നു, എനിക്കൊരു ഉറപ്പ് തരലായിരുന്നു പോസിറ്റീവായിട്ട്. മാത്രമല്ല അത് ഒരിക്കലും എന്നെ പിരിഞ്ഞു പോയതുമില്ല, എന്നെ വിട്ടുപോയതുമില്ല. അത് എന്താണെന്നുണ്ടെങ്കിൽ ബിൽഡബ്ല്യൂ ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നു. ആ അഗ്നോസ്റ്റിക്കിന് വന്ന ബോധ്യം വരലാണ്. അഗ്നോസ്റ്റിക് പറഞ്ഞാൽ അജ്ഞാവാദിയായിട്ടുള്ള അദ്ദേഹത്തിന് വന്ന ആ ഒരു ഉറപ്പ് ഈ സഡൻ ആയിട്ടുള്ള ഒരു ഇത് കൂടെ തന്നെ വന്നു. അതായത് വിശ്വാസത്തിന്റെ ആവശ്യത്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ ലേഖനം തന്നെ അങ്ങനെ ഒരു ഇതിലാണ്. ദിസ് മാറ്റർ ഓഫ് ഫിയർ, ഭയം എവിടുന്നാണ് നമ്മളുടെ റിമൂവ് ആയി പോണത്? ഭയം മാറിപ്പോകുന്നത് വിശ്വാസത്തിലേക്ക് വരും. ഒരു ദിവസം റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ഭയം വന്ന് വാതിൽ മുട്ടി, വിശ്വാസം വന്ന് ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവിടെ ആരും ഉണ്ടായില്ല. അതാണ്. അപ്പൊ ആ വിശ്വാസം അത് ബിൽഡബ്ല്യൂന് വന്നത് വളരെ പെട്ടെന്ന് എന്നുള്ള ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കി പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഈ വായിച്ച രണ്ട് ഭാഗങ്ങൾ, ഒന്ന് ദൈവം കളിക്കുന്ന കാര്യത്തിനെ കുറിച്ചുള്ള നമുക്കൊക്കെ കേൾക്കാൻ രസകരമായ ആ ഒരു പ്രസ്താവന, പക്ഷെ അതല്ല സംഭവിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും കണ്ണാടിയിൽ നോക്കിയാൽ കാണാം. നമ്മൾ നിശ്ചയിച്ചതല്ല സംഭവിക്കുന്നതെന്ന്, അത്രേ ഉള്ളൂ കാര്യം. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോരുത്തർ കണ്ണാടിയിൽ നോക്കുക, നമ്മളുടെ പഴയ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക, അനുഭവങ്ങളിലേക്ക്, ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇനി അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു സംശയാലുവായ വിശ്വാസിയായിരുന്നപ്പോ അദ്ദേഹത്തിന് വന്ന ആ പെട്ടെന്നുള്ള ആ അനുഭവം അദ്ദേഹത്തിനെ തുറന്നും പിടിച്ചു നിർത്തി. മാത്രമല്ല അദ്ദേഹത്തിന് ബോധ്യവും. ഇത് അഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഉറപ്പ് കൊടുക്കുന്നതാണ്. ഓരോ ദിവസം എങ്ങനെയൊക്കെ തള്ളി നിർത്തൽ. അതിൻ്റെ ഇടയ്ക്ക് സോറി മൈ ഫോൺ ആയതാ, പറഞ്ഞോ. അടുത്തത് അപ്പൊ ഇത് നോക്കാം. ഇതെന്താണ് ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത്? ഇത് അറഗൻസ് ഒന്ന് സൂചിപ്പിക്കുന്ന കാര്യം, പേജ് നമ്പർ 225, ദ ആൻസർ ഇൻ ദ മിറർ സൂചിപ്പിക്കുന്ന ഒന്ന് അറഗൻസ് ആണ്. അറഗൻസ് എന്താ? നമ്മളുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ മുൻധാരണയിലുള്ള ഉറച്ച മനസ്ഥിതി, അതൊക്കെയാണ്. ഫെയ്ത്ത്, വിശ്വാസം, ഹയർ പവർ, നമ്മളെക്കാൾ വലിയ ശക്തി, സ്പിരിച്വൽ അവേക്കനിങ് ഓർ എക്സ്പീരിയൻസ്, അതായത് നമുക്ക് വരാവുന്ന ആത്മീയമായ ഉണർവ് അല്ലെങ്കിൽ അനുഭവം. പിന്നെ വിൽ, ഇച്ഛാശക്തി. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് എന്തെങ്കിലും ഇതിലുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും? മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത പേജ് നമ്പർ 226, ആ ഒരു പേജ് കൂടി നമുക്ക് നോക്കാം. ഹ്യൂമിലിറ്റി ഫോർ ദ ഫെലോഷിപ്പ്. ഹ്യൂമിലിറ്റി ഫോർ ദ ഫെലോഷിപ്പ് ടു, അതായത് നമുക്ക് വ്യക്തിപരമായ എളിമ പോരാ, ഫെലോഷിപ്പിനും എളിമ ഉണ്ടായിരിക്കും. ഫെലോഷിപ്പിന് കൂടി ഇത് കംസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏടെ ചരിത്ര പുസ്തകം എന്ന് പറയാം. ഒരു പേജ് നമ്പർ 224 ഒക്കെ എനിക്ക് ലാസ്റ്റ് സെഷൻ ആയിരിക്കും. ഷാൻഡോയ് കൺവെൻഷന്റെ ഒരു മിനിറ്റ് എടുക്കട്ടെ, നോക്കാം. അതെ, 4 o'clock സൺഡേ ആഫ്റ്റർനൂൺ ബിൽഡബ്ല്യൂവിന്റെ കൺക്ലൂഡിങ് സ്പീച്ചാണ്. അപ്പൊ എന്താണ്?
We of AA sometimes brag of the virtues of our fellowship. Let us remember that few of these are actually earned virtues. We were forced into them to begin with by the cruel lash of alcoholism. We finally adopted them, not because we wished to, but because we had to. Then, as time confirmed the seeming rightness of our basic principles, we began to conform because it was right to do so. Some of us, notably myself, conformed even then with reluctance. But at last we came to a point where we stood willing to conform gladly to the principles which experience under the grace of God had taught us. അതിഗംഭീരം. അത് വിനയം അല്ലെങ്കിൽ എളിമ എന്നുള്ളത് വ്യക്തിക്ക് മാത്രമല്ല ഫെല്ലോഷിപ്പിന് കൂടി വേണം എന്നാണ് പറഞ്ഞത്. അതില് PW പറയുന്ന കാര്യങ്ങൾ നോക്കുക. We of AA sometimes brag of the virtues of our fellowship. നമ്മൾ ചിലപ്പോ നമ്മളുടെ ഫെലോഷിപ്പിന്റെ ഗുണഗണങ്ങളെ കുറിച്ച്, ഗുണഗണങ്ങളല്ല, ക്വാളിറ്റി, വെർച്യൂസ് പറഞ്ഞ നന്മകളെ, മേന്മകളെ കുറിച്ച് വാചാലരാവാറുണ്ട് അല്ലേ? Let us remember that few of these are actually earned virtues. Few of these എന്ന് പറഞ്ഞാൽ നിൽ എന്നാണ് അർത്ഥം. A few അല്ല, the few അല്ല. അപ്പൊ let us remember that few of these are actually earned virtues. നമ്മളിതൊക്കെ പിന്നീട് ഉണ്ടായി വന്നതാണ്. നമുക്ക് എന്താ പറയാ, വളർച്ചയില്, എയുടെ വളർച്ചയില്, നമ്മളുടെ ഫെലോഷിപ്പിന്റെ വളർച്ചയില് വന്നു ചേർന്ന കാര്യങ്ങളാണ്. അങ്ങനെ വന്നു ചേർന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല, ആദ്യം മുതലുള്ളതല്ല. ഇനി we were forced into them, നമ്മളെ അതിലേക്ക് കൊണ്ടുപോയതാണ്. To begin with by the cruel lash of alcoholism. തുടക്കത്തിൽ നമ്മളുടെ ആ ആൽക്കഹോളിസം എന്നുള്ള രോഗത്തിന്റെ ചാട്ടവാറ് കൊണ്ട് നമ്മളെ അടിച്ചെത്തിച്ചതായിരിക്കും. ഓക്കെ, വി ഫൈനലി അഡോപ്റ്റഡ് ദം. പിന്നീടോ കുറെ കൂടി കഴിഞ്ഞ അവസാനം നമ്മൾ എന്ത് ചെയ്തു? അതിനെയൊക്കെ നമ്മൾ സ്വീകരിച്ചു. നമ്മളിൽ തന്നെ അഡോപ്റ്റ് ചെയ്തു. നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ അത് എടുത്തു. അല്ലെങ്കിൽ ആ തത്വങ്ങളെ നമ്മൾ സ്വാംശീകരിക്കാനുള്ള ശ്രമം തുടങ്ങി, അല്ലെങ്കിൽ സ്വീകരിച്ചു. നോട്ട് ബിക്കോസ് വി വിഷ് ടു, അത് മുഴുവൻ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല, ബട്ട് ബിക്കോസ് വി ഹാഡ് ടു. പക്ഷെ എന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങനെ ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് വി ഹാഡ് ടു, വി മസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായും നമുക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു കാരണം. ഇനി then as time confirmed the seeming rightness of our basic principles, അതായത് പിന്നെ കാലം നമുക്ക് ഉറപ്പാക്കി തന്നു the seeming rightness of our basic principles. ഈ നമ്മളുടെ അടിസ്ഥാനപരമായ ഈ തത്വങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം കാലം നമുക്ക് ശരിക്കും കൺഫേം ചെയ്തു തന്നു, അതായത് ഉറപ്പാക്കി തന്നു നമുക്ക്. വി ബിഗാൻ ടു കൺഫേം. അവിടെ കൺഫേം അല്ല, കൺഫേം ആണ്. കൺഫേം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. വി ബിഗാൻ ടു കൺഫേം ബിക്കോസ് ഇറ്റ് വാസ് റൈറ്റ് ടു ഡു സോ. നമ്മൾ അതിനെ അനുസരിക്കാൻ തുടങ്ങി, അതിന് അനുസൃതമായി നമ്മൾ പെരുമാറാൻ തുടങ്ങി. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഇറ്റ് വാസ് റൈറ്റ് ടു ഡു സോ, അതാണ് ശരിയായ രീതി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സം ഓഫ് us, നോട്ടബിളി മൈസെൽഫ്, അദ്ദേഹത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിൽ ചിലർ, അല്ലെങ്കിൽ നോട്ടബിളി മൈസെൽഫ്, പ്രത്യേകിച്ചും ഞാൻ, കൺഫോംഡ് ഈവൻ ദെൻ വിത്ത് റിലക്റ്റൻസ്. എന്നിട്ടും എന്നെ പോലെ ചില ആൾക്കാർ, ഞാനടക്കമുള്ള ചില ആൾക്കാർ എന്ന് പറയാം, അതിനെയൊക്കെ അനുസരിച്ചത് ഒരു എന്താ പറയാ, റിലക്റ്റൻസ്, ഒരു മടിയോട് കൂടിയിട്ടാണ്. അതായത് മുഴുവൻ അർദ്ധമനസ്സോട് കൂടിയിട്ടാണ് എന്ന് പറയാം. ബട്ട് അറ്റ് ലാസ്റ്റ് വി കെയിം ടു എ പോയിന്റ്
where we stood willing to conform gladly to the principles which experience under the grace of God had taught us. പിന്നെ അവസാനം കുറെ കൂടി കാലം കഴിഞ്ഞപ്പോ നമ്മളുടെ പുരോഗതിയില് എന്ത് പറ്റി? ബട്ട് അറ്റ് ലാസ്റ്റ് വി കെയിം ടു എ പോയിന്റ്, നമ്മളൊരു പ്രത്യേക ഒരു സ്ഥലത്ത് എത്തി, അതായത് ജീവിതത്തിന്റെ ഒരു വഴിത്താരയിലെത്തി. വേർ വി സ്റ്റുഡ് വില്ലിംഗ് ടു കൺഫോം, നമ്മൾ പിന്നെ അതിനെ സന്തോഷത്തോട് സന്നദ്ധരായി അതിനെ അനുസരിച്ച് ജീവിക്കാനായിട്ട് ആ തത്വങ്ങൾ. ഗ്ലാഡ്ലി ടു ദ പ്രിൻസിപ്പിൾസ് വിച്ച് എക്സ്പീരിയൻസ്, ആ തത്വങ്ങൾ നമ്മൾ വന്നിട്ടുള്ള അനുഭവങ്ങളിലൂടെയുള്ള ആ തത്വങ്ങളിൽ അനുസരിക്കാനും അത് അനുഭവിക്കാനും നമ്മൾ വളരെ സന്നദ്ധരായി. അണ്ടർ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ഈശ്വരൻ്റെതായ ആ അനുഗ്രഹത്തിന്റെ ആ അനുഗ്രഹ ആശിസ്സുകളുടെ കീഴിലായിട്ട് ഹാഡ് ടോട്ട് us. ഈ കാര്യമാണ് നമ്മളെ പഠിപ്പിച്ചത്. അതായത് ഈശ്വരന്റെ അനുഗ്രഹത്തിന്റെ കീഴില് നമ്മൾ ആദ്യകാലത്ത് ഇതിനെ ഈ തത്വങ്ങളെല്ലാം അനുസരിക്കാൻ മടിയുള്ളവരായിരുന്നെങ്കിൽ കൂടി പിന്നീട് ഇതിനെ സന്നദ്ധതയോട് സമീപിക്കാനും നമ്മളെല്ലാം തയ്യാറാവുകയും ചെയ്തു. എങ്ങനെ തയ്യാറായി? അങ്ങനെ തയ്യാറാവാനായിട്ടാണ് നമ്മളെ ഏത് തത്വങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഇതാണ് പറയുന്നത്. എന്തൊരു ഡിസ്റ്റർബൻസും ശബ്ദം വരുന്നുണ്ട്. ഒരു മൈക്ക് ഓണായതാ, ഓഫാക്കി. ആണോ? ഓക്കെ, ശരി. അപ്പോ ഇനി ഈ പേജ് എന്താണ് സൂചിപ്പിക്കണം നോക്കാം. പേജ് നമ്പർ 226, ഹ്യൂമിലിറ്റി ഫോർ ദ ഫെലോഷിപ്പ്. അപ്പൊ ഫെലോഷിപ്പിനും ഈ തരത്തിലുള്ള ഒരു വിനയം ഉണ്ടാവണം. അതായത് നമ്മളിത് പെട്ടെന്നൊന്നും കിട്ടിയതൊന്നും അല്ല. പല കാര്യങ്ങളും അനുഭവങ്ങളിലെ കൂടെ നമ്മൾ എത്തിച്ചേർന്നതാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മുടെ ഫെലോഷിപ്പും കാണാനായിട്ട്. ഇതിലെന്താണെന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത് ഒന്ന് കംപ്ലൈസൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണനാണെന്നുള്ള തോന്നല് ഫെലോഷിപ്പിനും തോന്നും, ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും മഹത്തായ ഇത്. പിന്നെ ഹ്യൂമിലിറ്റി, നമുക്കുള്ള വിനയം. പിന്നെ വില്ലിങ്നെസ്, സന്നദ്ധത. സത്യം പറഞ്ഞ ഈ കോംപ്ലൈസൻസി എന്ന് പറഞ്ഞത് ചില സമയത്തൊക്കെ എനിക്ക് ധാരാളം തോന്നാറുണ്ട്. എന്നെ കുറിച്ചല്ല തോന്നാറുള്ളത്, എല്ലാമാണ് എന്ന്. ഞാനത് പല സ്ഥലത്തും ഷെയറിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവിടെ ബിൽഡബ്ല്യൂ പറഞ്ഞത് നമുക്ക് അവിടെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ വന്നു ചേർന്നതാണ്. നമ്മൾ അവിടെ ഒന്നും അഹങ്കരിക്കരുത്. അഹങ്കാരമില്ല, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വളരെ നന്ദിപൂർവ്വമാണ് സ്മരിക്കാറ്. ഇങ്ങനെ ഒരു ഫെലോഷിപ്പിൽ ഞാൻ എത്തിപ്പെട്ടല്ലോ എന്നുള്ള ഇത്. അതാണ്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ന്യൂ ഇയറിന് മുമ്പ് ആരും കാണില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ നവവത്സരാശംസകൾ നേരുന്നു. എന്തെങ്കിലും ഇതിലൊക്കെ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 11:05 വരെ ഞാൻ എടുക്കാം. താങ്ക് യു സാർ, താങ്ക് യു. നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ നന്ദി പറയാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടെ സാറ് വെയിറ്റ് ചെയ്യാന്ന് പറയാനുണ്ട്.